അങ്ങനെ ഇപ്പോൾ ഡെഡ്പൂൾ വെസ് ഓൾഡ് മാൻ ലോഗൻ എന്ന കഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള പാർട്സ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോൾ ആ മാഡിയെ പിടിച്ചുകൊണ്ട് വന്ന് ആ ഏജൻറ്റ് ഹർട്ട് എന്ന പേരുള്ള പട്ടാളക്കാരൻ സയൻറ്റിസ്റ്റുകളുടെ സഹായത്താൽ ജെൻഫോം എന്ന സംഘടനയുടെ ഒരു ഒളിവ് സങ്കേതത്തിൽ മാഡിയുടെ ശരീരത്തിൽ വളരെ ക്രൂരമായി പരീക്ഷണങ്ങളൊക്കെ നടത്തുകയാണ്. മാഡിയുടെ ഉള്ളിലുള്ള എനർജി കണ്ട് അവിടെയുള്ള സയൻറ്റിസ്റ്റുകളും ആ ഏജൻറ്റ് ഹർട്ടും ഭയങ്കരമായി അത്ഭുതപ്പെടുകയാണ്. പിന്നീട് ഇതേ സമയം നമ്മുടെ വോൾവറിനെയും ഡെഡ്പൂളിനെയുമാണ് ഇനി കാണിക്കുന്നത്. അവർ രണ്ടുപേരും കുറേ നേരമായി മാഡിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ സമയത്തും നിർത്താതെ ഡെഡ്പൂൾ ഓരോന്ന് സംസാരിക്കുന്നത് കൊണ്ട് നമ്മുടെ വോൾവറിൻ ചെറുതായി ഡെഡ്പൂളിൻ്റെ തൊണ്ട കീറി മുറിച്ച് കളയുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ ശാന്തതയോടെ അന്വേഷിച്ച് വോൾവറിൻ ഡെഡ്പൂളിനെയും കൊണ്ട് ഒരു സ്ഥലത്തെത്തുകയാണ്. ആ സ്ഥലത്തിൻ്റെ ഭൂമിക്കടിയിലാണ് ജെൻഫോമിൻ്റെ രഹസ്യ സങ്കേതമെന്ന് വോൾവറിൻ കണ്ടെത്തുന്നു. ഇതേ സമയം വോൾവറിനും ഡെഡ്പൂളും തൻ്റെ സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഏജൻറ്റ് ഹർട്ട് തൻ്റെ കുറേ പട്ടാളക്കാരെ അവരുടെ നേരെ അയക്കുന്നുണ്ടെങ്കിലും ആ പട്ടാളക്കാരെ കൊണ്ട് ഏജൻറ്റ് ഹർട്ട് വോൾവറിനെയും ഡെഡ്പൂളിനെയും അറ്റാക്ക് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാഡിയുടെ ടെലിപ്പോർട്ട് ചെയ്യാനുള്ള പവർ ആദ്യമായി കൺട്രോൾ ചെയ്ത് വോൾവറിൻ്റെയും ഡെഡ്പൂളിൻ്റെയും ദേഹത്ത് ഓരോരോ സാധനങ്ങൾ ഇട്ട് ആദ്യമായി പരീക്ഷണം നടത്താനാണ് ശരിക്കും ഏജൻറ്റ് ഹർട്ടിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ തൻ്റെ മുന്നിൽ വന്ന് ഒന്നും ചെയ്യാതെ നിൽക്കുന്ന പട്ടാളക്കാരെ കണ്ടിട്ട് ദേഷ്യം വന്ന ഡെഡ്പൂൾ പഴയതുപോലെ തൻ്റെ തൊണ്ട ശരിയായതുകൊണ്ട് നീയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തുണിയെടുക്കാതെ നിൽക്കുകയാണോ എന്നും ധൈര്യമുണ്ടെങ്കിൽ വന്ന് ഫൈറ്റ് ചെയ്യുവാൻ പറഞ്ഞ് ആ പട്ടാളക്കാരെ എല്ലാം ഡെഡ്പൂൾ തെറി വിളിക്കുകയാണ്. അന്നേരം തന്നെ ഇതെന്തോ കെണിയാണെന്നും മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുവാൻ വോൾവറിൻ ഡെഡ്പൂളിനോട് പറയുന്നുണ്ടെങ്കിലും ഡെഡ്പൂൾ അതൊന്നും കേൾക്കാതെ ആ പട്ടാളക്കാരെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ തന്നെ ആകാശത്തിൽ നിന്നും ഒരു വണ്ടി അവരുടെ അടുത്തേക്ക് വന്ന് വീഴുകയാണ്. ആ വണ്ടിക്ക് പുറമേ തുര വണ്ടികൾ വീണ്ടും വന്ന് അവരുടെ തലയിലേക്ക് വീഴാൻ തുടങ്ങുകയാണ്. അന്നേരം തന്നെ വോൾവറിനും ഡെഡ്പൂളും അവിടുന്ന് ഓടി മാറുകയാണ്. അന്നേരം തന്നെ വോൾവറിനെ മാഡിയുടെ പവറിനെ കൺട്രോൾ ചെയ്താണ് ഈ പട്ടാളക്കാർ തൻ്റെയും ഡെഡ്പൂളിൻ്റെയും ദേഹത്ത് ഈ വണ്ടികൾ ഇടുന്നതെന്നും ഇതിനു വേണ്ടിയാണ് ആ പട്ടാളക്കാർ ഒന്നും ചെയ്യാതെ അവിടെ നിന്നതെന്നും മനസ്സിലായിട്ട് ആ കാര്യങ്ങളെല്ലാം ഡെഡ്പൂളിനോട് വോൾവറിൻ പറയുകയാണ്. മാത്രമല്ല ഇപ്പോൾ കുറേ വണ്ടികൾ തലയിലേക്ക് വീണതിന് പുറമെ ഒരു വലിയ വിമാനവും വന്ന് വോൾവറിൻ്റെയും ഡെഡ്പൂളിൻ്റെയും ദേഹത്ത് വീണ് അവരുടെ രണ്ടിൻ്റെയും ബോധം പോവുകയാണ്. ഈ വിമാനം വന്ന് വീഴുന്നതൊക്കെയാണ് നമ്മൾ പാർട്ട് 1 ആദ്യം കണ്ടത്. അങ്ങനെ ഇപ്പോൾ കുറേ നേരത്തിന് ശേഷം ബോധം വന്ന ഡെഡ്പൂൾ തന്നെയും വോൾവറിനെയും ആ മാഡിയെ പിടിച്ചിട്ടിരിക്കുന്ന അതേ മുറിയിലാണ് പട്ടാളക്കാർ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് കാണുകയാണ്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന മാഡി തന്നെ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് തൻ്റെ പുറകെ വന്നതെന്നും നിങ്ങൾക്കൊന്നും തന്നെ രക്ഷിക്കുവാൻ സാധിക്കില്ല എന്നും തന്നെ ഇവിടെയുള്ളവർ ഒരു പരീക്ഷണശാലയിലെ എലിയെ പോലെയാണ് കണക്കാക്കി പെരുമാറുന്നതെന്നും തൻ്റെ വേദനയൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് മാഡി ഡെഡ്പൂളിനെ നോക്കി പറഞ്ഞതും അപ്പോൾ തന്നെ ഡെഡ്പൂൾ തൻ്റെ മാസ്ക് ഊരി മാറ്റിയിട്ട് തൻ്റെ ആ മുഖം മാഡിയെ കാണിച്ചതും താൻ അനുഭവിച്ചതിൽ കൂടുതൽ വേദന ഡെഡ്പൂൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് മാഡിക്ക് മനസ്സിലാവുകയാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വോൾവറിൻ അവിടെയുള്ള ആ ഡോറ് തൻ്റെ അഡമാൻറ്റിയം നഖങ്ങൾ കൊണ്ട് കീറി മുറിക്കുവാനായി പോയതും പെട്ടെന്ന് ആ പട്ടാളക്കാർ ആ വാതിൽ തുറന്ന് വോൾവറിനെ ഷോക്കടിപ്പിച്ച് ബോധം കെടുത്തിയിട്ട് ആ മുറിയിൽ നിന്നും വോൾവറിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ആ മുറി അടച്ചു പൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഏജൻറ്റ് ഹർട്ട് വോൾവറിൻ്റെ ദേഹത്ത് നിന്ന് അഡമാൻറ്റിയം സയൻറ്റിസ്റ്റുകളെ ഉപയോഗിച്ച് എടുക്കുവാനായി എന്തൊക്കെയോ പരീക്ഷണം നടത്തുവാനായി പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് ഡെഡ്പൂളിൻ്റെ ഒരു വലിയ അലർച്ച കേട്ടിട്ട് അതെന്താണെന്ന് നോക്കുവാൻ ഏജൻറ്റ് ഹർട്ട് പട്ടാളക്കാരോട് പറഞ്ഞതും അപ്പോൾ തന്നെ പട്ടാളക്കാർ ഡെഡ്പൂളിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുവാനായി ഡെഡ്പൂളിനെയും മാഡിയെയും പിടിച്ചിട്ടിരിക്കുന്ന ആ മുറിയിലേക്ക് കയറിയ വാതിലടച്ചതും പിന്നീട് ആ പട്ടാളക്കാർ വേദനിച്ച് കരയുന്നതും പിന്നെ അവിടെയുള്ള ഇരുമ്പ് വാതിൽ ഇപ്പോൾ തകർന്ന് വീണത് കണ്ട് ഏജൻറ്റ് ഹർട്ടും ബാക്കിയുള്ളവരും ഞെട്ടുകയാണ്. ഇപ്പോൾ ആ ഇരുമ്പ് വാതിൽ തകർത്തിരിക്കുന്നത് നമ്മുടെ ഡെഡ്പൂളാണ്. ഇപ്പോൾ ഡെഡ്പൂളിൻ്റെ കയ്യിൽ നമ്മുടെ വോൾവറിൻ്റെ കൈകളിലുണ്ടായിരുന്ന അഡമാൻറ്റിയം നഖങ്ങളുണ്ട്. ഇപ്പോൾ ആ നഖങ്ങൾ ഉപയോഗിച്ച് അവിടെയുള്ള ആളുകളെയെല്ലാം ഡെഡ്പൂൾ വെട്ടിക്കൊല്ലാൻ വേണ്ടി പോവുകയാണ്.